നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ഒരു നേർക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കുളത്തൂപ്പുഴയിലാണ്, 50 ഏക്കറിലാണ്. 50 ഏക്കറിൽ 6-ാം വാർഡിലെ പ്രിജി ഫാമിലെ പ്രിജിയുടെ കൂടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ആളിന് സുഖമില്ല, 4 വർഷമായിട്ട് ഡയാലിസിസ് പേഷ്യന്റ് ആണ്. ഇവരുടെ വീട്ടിലേക്ക് വരുന്ന വഴി നാട്ടുകാർ ചേർന്നുണ്ടാക്കിയൊരു വഴിയാണ്. ആ വഴി ഇവർക്ക് വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ പ്രിജിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് തെളിച്ചെടുത്ത വഴിയാണ്. അപ്പോൾ നാട്ടുകാർക്ക് ആവശ്യമുള്ള വഴി ഒരു ഗോത്ര സമുദായക്കാരാണ്. ഇപ്പോൾ സമീപ പ്രദേശത്ത് വസ്തുവുള്ള ഒരാൾ നടുക്കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. എൻ്റെ വിഷ്വൽസ് ഒക്കെ ഒരു വേലി പോലെ ഷീറ്റൊക്കെ ഇട്ട് കെട്ടി മറച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ വീട് വരെ ഓട്ടോറിക്ഷ വരില്ല, ഇവർക്ക് ഒരു സ്കൂട്ടറിൽ പോലും കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത്രയും രോഗാതിരായി കിടക്കുന്ന ഒരു സ്ത്രീയാണ്, ആരുമില്ല, അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ആ സമീപ പ്രദേശത്തെ ആൾക്കാരെല്ലാം ഇവർക്കൊപ്പം നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ സുഖമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ സമീപത്ത് ഏറ്റവും കൂടുതൽ വസ്തുവുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊരു കടുങ്കൈയാണ്. എന്തെങ്കിലും അദ്ദേഹം ഇതൊക്കെ കേട്ടും കണ്ടും അറിഞ്ഞ് ഇന്ന് ഒഴിവായി ഇവർക്ക് വേണ്ട സംവിധാനം ഉണ്ടാക്കി കൊടുക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഈ പ്രിജിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 3 ഡയാലിസിസ് ആണ്. അതിന് പോയ വഴിക്ക് ഇന്നലെ വാഹനം മറിഞ്ഞു, കൈക്കൊക്കെ നല്ല പരുക്കുണ്ട്, ചതവൊക്കെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ചതവാണ്. കൊണ്ടൂർ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് അപകടം ഉണ്ടായത്. അപ്പോൾ ഇത് കാണുന്നവർ സഹായിക്കുക. നമ്മൾ നേരിട്ട് സഹായമൊന്നും ചാനൽ വഴി അഭ്യർത്ഥിക്കാറില്ല. ഇവർക്കുള്ള ഡീറ്റെയിൽസ് ഒക്കെ തരും. അതുവഴി നിങ്ങൾ ഫോൺ കോൾ ചെയ്ത് ഇവരെ വിളിച്ചു ചോദിച്ചിട്ട് വേണം സഹായങ്ങളൊക്കെ കൊടുക്കാൻ. ഏതായാലും ഈ വഴി പ്രശ്നം പ്രധാനപ്പെട്ട ആൾക്കാർ അല്ലെ MLA-മാർ അല്ലെങ്കിൽ ജനപ്രതിനിധികളൊക്കെ അറിഞ്ഞ് ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാബുച്ചാൻ ഈ സമീപ പ്രദേശത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന പഴയ മുൻ മെമ്പറാണ്. അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ജനപ്രതിനിധികൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ സഹായഹസ്തം എത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് എത്തിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ വിഷയം നിങ്ങൾ എത്തിക്കുകയാണ്. ഞാൻ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുൻ മെമ്പറാണ്. എൻ്റെ പേര് ബാബു. എനിക്ക് വില്ലുമല പട്ടികവർഗ കോളനിയിലുള്ള പ്രിജി ഭവൻ ഇവരെ നേരത്തെ തൊട്ടേ അറിയാം. കോളനിയിലുള്ള മുഴുവൻ ആൾക്കാരെ അറിയാം. ഒരു പട്ടികവർഗക്കാരാണ്. 4 വർഷമായിട്ട് ആഴ്ചയിൽ 4 ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റാണിത്. ഇവിടെ ഇവർക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കാണാൻ പറ്റും, ഒരു വഴിയുണ്ട്. ആ വഴിയിൽ നിന്ന് ഇവരെ എടുത്തുകൊണ്ടാണ് ഡയാലിസിസ് കഴിഞ്ഞിട്ട് രാത്രി 10 മണിക്കും 11 മണിക്കും ഒക്കെ ഇവർ വരുന്ന സമയത്ത് ആട്ടോയിൽ നിന്ന് ഇവർക്ക് നടക്കാൻ പറ്റാതെ വരുമ്പം എടുത്ത് ഇവിടെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോളനിയിലുള്ള മുഴുവൻ കുടുംബങ്ങളും കൂടെ ചേർന്ന് 2 ഞായറാഴ്ചയായിട്ട് അവിടെ ഒരു വഴി വെട്ടി. പട്ടയത്തിൽ ആ വഴി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീതിക്ക് അവർ വഴി വെട്ടിയതാണ്. പക്ഷേ ഈ വഴിയെ വെട്ടിയപ്പം ഒരു വീട്ടുകാർ മാത്രം ആ വസ്തുവിൻ്റെ ഉടയൻ ഇവർക്കെതിരെ കൊണ്ട് പോലീസിൽ പരാതി കൊടുക്കുകയും അതിനുശേഷം കോടതിയിൽ കൊണ്ട് പരാതി കൊടുക്കുകയും ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിക്കുകയും ചെയ്തു. ഇഞ്ചക്ഷൻ ഓർഡറിന്റെ മറവിൽ അവർ വന്ന് അച്ഛനും മകനും കൂടെ വന്നിട്ട് നേരത്തെ ഇരുന്നതിനേക്കായി കുറച്ചുകൂടെ റോഡിലോട്ട് കയറ്റി ടിൻ ഷീറ്റ് വെച്ച് വേലി മറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കൊച്ച് കഴിഞ്ഞ ദിവസം ഡയാലിസിസിന് പോകുന്ന വഴിക്ക് ഒരു ഓട്ടോയിലാണ് പോകുന്നത്. പൈസ ഇല്ലാത്തതുകൊണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള അനുഭവം. ഇതും വിധവയാണ്, ഇതിന്റെ അമ്മയും വിധവയാണ്. മറ്റു വരുമാനങ്ങളൊന്നുമില്ല. ആകപ്പാടെ സർക്കാർ കൊടുക്കുന്ന ഈ വരുമാനം മാത്രമേ ഇവർക്കുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സർക്കാരും നാട്ടുകാരും എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഓട്ടോയൊക്കെ കടം വിളിച്ചാണ് പോകുന്നത്. പോയിട്ട് പിന്നെ ട്രാവൽ ഡിപ്പാർട്ട്മെന്റ് പൈസ കൊടുക്കുമ്പോൾ ഓട്ടോക്കാർക്ക് തിരികെ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഓട്ടോയിൽ വെളുപ്പിനെ 4 മണിക്ക് പോകുന്ന സമയത്ത് കരവാളൂർ വെച്ച് ഒരു ആക്സിഡന്റ് വിട്ട് വലിയതായിട്ട് കൈയും പുറവും എല്ലാം അടിപ്പെട്ടു. അവരെ ചികിത്സയും കഴിഞ്ഞ് രാത്രി ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഇറക്കി കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പം കുളത്തൂപ്പുഴ ഗവൺമെന്റ് ആശുപത്രി പോയി സ്ട്രെച്ചർ എടുത്തുകൊണ്ട് വന്ന് രാത്രി ആ സ്ട്രെച്ചറിനകത്ത് കിടത്തി ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ കിടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. യാതൊരുവിധ മാനുഷ്യ പരിഗണനയും ഇല്ലാതെ ആ റോഡ് അത്രയും ഇറക്കി ഇത് കെട്ടിവെച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യത്വപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്നതാണ്. ഈ വസ്തുവിന്റെ ഉടനെ ഈ കോളനിയിലും അപ്പുറത്തെ കോളനിയിലും ഒക്കെ ആയിട്ട് ഒരു 6-7 ഏക്കർ സ്ഥലം ഉള്ളവരാണ്. സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ പറയാം. ഈ പട്ടികവർഗ കോളനിയിൽ ഏറ്റവും കൂടുതൽ വസ്തുവുള്ള കുടുംബം അവർക്കാണ്. ആ ഉള്ളവരാണ് ഈ ഇല്ലായ്മക്കാരെ ഇത്രയധികം ദ്രോഹിക്കുന്നത്. ഏതായാലും എനിക്കിതിനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇവർക്ക് ഒരു മനുഷ്യാവകാശ പരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ വഴി കിട്ടണം. അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് പ്രിജി. ഞാൻ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 50 ഏക്കർ 6-ാം വാർഡിൽ താമസിക്കുന്നു. ഞാനൊരു പട്ടികവർഗക്കാരിയാണ്. 4 വർഷം കൊണ്ട് ഡയാലിസിസ് ചെയ്തു വരുന്നു. പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വണ്ടി
വണ്ടിയിലാണ് പോകുന്നതും വരുന്നതും. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതാണ്. ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഞാനും അമ്മയും വിധവയാണ്. പിന്നെ റോഡ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പട്ടയം കിട്ടിയ വകയിൽ റോഡ് അനുവദിച്ചിട്ടുണ്ട്. അത് നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾക്ക് ആ റോഡ് വെട്ടിത്തന്നു. ആ റോഡ് വെട്ടിത്തന്നതിന് പ്രകാരം ഞങ്ങൾ ഡയാലിസിസ് കഴിഞ്ഞ് എൻ്റെ വീട്ടുമുറ്റത്ത് വണ്ടിയിൽ വന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നാൽ ഞങ്ങളെ ഈ റോഡ് വെട്ടി സഹായിച്ച 4 പേർക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അവരും പാവങ്ങളാണ്. നമ്മളെ സഹായിച്ചതിൻ്റെ പേരിൽ ഇപ്പം അവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കൂടാതെ എൻ്റെ ആങ്ങളയുടെ മോള് അപസ്മാരം വന്നിട്ട് 10 വയസ്സായ ഒരു പെൺകുഞ്ഞാണ്. അതിനെ ആഴ്ചയിൽ 3-4 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ രാത്രിയൊക്കെയാണ് വണ്ടി വിളിച്ച് കൊണ്ടുപോകുന്നത്. അപ്പം ഇവിടെ നിന്ന് അത്രയും ദൂരം എടുത്തുകൊണ്ടാണ് അതിനെയും കൊണ്ടുപോകുന്നത്. എനിക്കും സുഖമില്ലാതെ വരുമ്പോൾ ഇത്രയും ദൂരം എടുത്തുകൊണ്ട് ആ റോഡിൽ കൊണ്ടുപോയിട്ടാണ് വണ്ടി വിളിച്ചു പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് കാരണമാണ് നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് റോഡ് വെട്ടിത്തന്നത്. അതിപ്പം ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ റോഡിന്റെ മധ്യത്തൂടെ വേലി കെട്ടി ഷീറ്റ് വെച്ച് മറച്ചു വെച്ചേക്കുവാണ്. പോകുന്നതിനും വരുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. കാറ്റും മഴയും വരുമ്പോൾ ആ ഷീറ്റെല്ലാം കൂടെ ഞങ്ങൾ നടക്കുന്ന ഭാഗത്തുകൂടി ഇങ്ങോട്ട് മറിഞ്ഞു കിടക്കുകയാണ്. അപ്പം അതിനും അവര് തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളിനി ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു.